ശ്രീനിവാസന്റെ ഭൗതികദേഹം ഇപ്പോൾ തൃപ്പൂണിത്തറ കണ്ടനാട്ട വസതിയിലാണ് ഉള്ളത്. അവിടെ ഒട്ടേറെ പേർ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. എറണാകുളം ടൗൺ ഹാളിൽ നിന്നാണ് മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. റാഫി കരീമാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്ന. റാഫി, എന്തൊക്കെയാണ് വിവരങ്ങൾ? അവസാനമായി ആ പ്രിയ നടനെ, സംവിധായകനെ, തിരക്കഥാകൃത്തിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണുന്നത്. അല്പസമയം മുൻപ് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്ന എറണാകുളം ടൗൺ ഹാളിലേക്കും വലിയ ജനത്തിരക്കുണ്ടായിരുന്നു. 1 മണി മുതൽ 3 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പൊതുദർശനമായിരുന്നു സജ്ജീകരിച്ചിരുന്നത്. അത് ഏകദേശം 3:45 വരെ നീണ്ടു. ആ സമയത്ത്, അതായത് വലിയ വെയിലുണ്ടായിരുന്ന ഒരു സമയത്ത് പോലും ആ ടൗൺ ഹാളിന് പുറത്ത് റോഡ് വരെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിന് സമാനമായ സാഹചര്യമാണ് വീട്ടിലുമുള്ളത്. വലിയ തിരക്കുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ ആരാധകർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ, ഒപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഇവിടുത്തെ നാട്ടുകാർ, അങ്ങനെ എല്ലാ തരത്തിലും അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ആളുകൾ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ട് എത്തുന്നതാണ് നമുക്ക് കാണുന്നത്. ഇന്ന് രാത്രിയിൽ ഭൗതിക ശരീരം ഈ വീട്ടിലായിരിക്കും ഉണ്ടാവുക. നാളെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ, പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നിലയിലുള്ള ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എന്ന് വേണം പറയാൻ. കാരണം കാലത്തിന് അതിജീവിച്ച് പോകുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന സിനിമ ഇന്നും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. അദ്ദേഹം എഴുതി വെച്ച ഹാസ്യം, അത് അല്പം ചിന്തിക്കാൻ കൂടി കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഹാസ്യമുണ്ടായിരുന്നത്. അദ്ദേഹത്തെ അനുസ്മരിച്ച് മന്ത്രിയായ MP രാജേഷ് പറഞ്ഞതുപോലെ തന്നെ ചില വിമർശനങ്ങളെ അത് അധിക്ഷേപമാകാതെ ഹാസ്യമാക്കി അവതരിപ്പിക്കുന്നതായിരുന്നു ശ്രീനിവാസൻ്റെ രീതി. മറ്റാർക്കും അത്തരത്തിൽ വിമർശനങ്ങളെ ഹാസ്യമായി അധിക്ഷേപിക്കാൻ, അല്ലെങ്കിൽ അത് അത്തരം ഒരു അധിക്ഷേപത്തിലേക്ക് പോകാതിരിക്കാൻ, അത് കേൾക്കുന്ന ആൾക്ക്, ആ വിമർശനം കേൾക്കുന്നയാൾക്ക് ചിരിക്കാനല്ലാതെ അദ്ദേഹത്തോടൊരു ദേഷ്യം തോന്നാതെ, അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും സംസാരിക്കാൻ കഴിയാതെ അത് കേൾക്കാൻ കഴിയില്ല. ആ നിലയിൽ എഴുത്തിനെ മാറ്റിയ ഒരു വ്യക്തിയാണ്. തിരക്കഥാകൃത്തായി വരുമ്പോൾ അദ്ദേഹം ആ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമയുടെ എല്ലാ മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നടനാവാൻ ആഗ്രഹിച്ച് ബിരുദ പഠനത്തിന് ശേഷം ചെന്നൈയിൽ പോയി നടനാവാൻ പഠിക്കുന്നു, അഭിനയം പഠിക്കുന്നു. അതിനുശേഷം സിനിമയിലേക്ക് എത്തുന്നു. കണ്ണൂരിലെ ആ നാട്ടിൻപുറത്തു നിന്ന് സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ തിരക്കഥാകൃത്തായി മാറാനായിരുന്നില്ല ആഗ്രഹം, നടനായിട്ട് മാറാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നത്. പക്ഷേ പ്രിയദർശന് വേണ്ടി ആദ്യ തിരക്കഥ എഴുതുന്നു, പിന്നീട് തിരക്കഥാകൃത്തായി മാറുന്നു. റാഫി കരീമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.